Hi there. OIT Speaking Assessment. 20 minutes ആണ് നമ്മൾ OIT സ്പീക്കിംഗ് അസസ്മെൻറ്റിന് സ്പെൻഡ് ചെയ്യുന്നത്. സോ ഈ 20 മിനിറ്റിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തരക്കേടില്ലാന്ന് തോന്നിയിട്ടൊരു മാർക്കങ്ങ് തരുവാണോ? അല്ല. അവർക്കതിന് കൃത്യമായ ക്രൈറ്റീരിയൻ ഉണ്ട്. സോ OIT സ്പീക്കിംഗ് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. OIT സ്പീക്കിംഗ് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 2. ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ആൻഡ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. അതിൽ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലാംഗ്വേജ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് അവിടെ അസസ് ചെയ്യപ്പെടുന്നത്. എത്ര ഭംഗിയായിട്ട്, എത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ഭാഷ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അസസ് ചെയ്യുന്നത്. സോ ഈ ഒരു ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ 4 തരംതിരിച്ചാണ് അസസ്മെൻറ്റ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻ്റലിജിബിലിറ്റി. എന്താണ് ഇൻ്റലിജിബിലിറ്റി? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ക്ലാരിറ്റി. നിങ്ങൾ സംസാരിക്കുന്നതിലുള്ള ക്ലാരിറ്റിയാണ് അവിടെ അസസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാരിറ്റിയിൽ എന്തൊക്കെ വരാം? നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന ടോൺ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻറ്റൊനേഷൻ, റിതം, ഇതൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യുവർ മദർ ടങ് ഇൻഫ്ലുവൻസ്. നമുക്ക് എല്ലാവർക്കും മദർ ടങ് ഇൻഫ്ലുവൻസ് ഏതായാലും ഉണ്ടാവും. പക്ഷേ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ക്ലാരിറ്റിയെ അത് വളരെയധികം ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വലുതായിട്ട് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഈ ഒരു ഇൻ്റലിജിബിലിറ്റി, നിങ്ങളുടെ ക്ലാരിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് പറയുകയാണെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ സ്പീക്ക് ചെയ്യുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കുക. അങ്ങനെ പല റെക്കോർഡിങ്സ് കേൾക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് വരുത്തുന്ന ചില മിസ്പ്രൊനൗൺസിയേഷൻസ് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടോണിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മനസ്സിലാവും. ആൻഡ് ആ ഒരു ക്ലാരിറ്റി കൂടാനായിട്ട് ഈ ഒരു റെക്കോർഡിംഗ് കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഫ്ലുവൻസി. എന്താണ് ഫ്ലുവൻസി? ഇറ്റ്സ് യുവർ എബിലിറ്റി ടു സ്പീക്ക് അറ്റ് എ നാച്ചുറൽ സ്പീഡ്. വളരെ സ്ലോ ആയിട്ടോ വളരെ സ്പീഡിലോ അല്ലാതെ ഒരു വേർഡിൽ നിന്ന് അടുത്ത വേർഡിലേക്ക് ഒരു ഫ്ലോയിൽ, ഒരു സെൻറ്റൻസിൽ നിന്ന് അടുത്ത സെൻറ്റൻസിലേക്ക് ഒരു ഫ്ലോയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഫ്ലുവൻസിയിൽ നമ്മൾ നോക്കുന്നത്. സോ ഈ ഒരു ഫ്ലുവൻസി എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം? ഇവിടെയും വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറയാം. അതായത് നമുക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു ബോട്ടിലോ ഒരു പെൻസിലോ ഒരു എറൈസറോ ഈവൻ യുവർ ഹെയർ, നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു 5 സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു 7-10 സെൻറ്റൻസ് അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഒരു മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കേൾക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വരുത്തുന്ന മിസ്റ്റേക്സ്, ഫേഷ്യൽ എക്സ്പ്രഷനിൽ വരുന്ന മിസ്റ്റേക്സ് പോലും ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഈസ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്. ഇതിലെന്താ നോക്കുന്നത്? നിങ്ങളുടെ ടോൺ, നിങ്ങളുടെ ചോയ്സ് ഓഫ് വേർഡ്സ്. ഒരു പേഷ്യൻറ്റിനോട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ആ ഒരു ടോൺ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന വേർഡ്സ്, അവരോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വേർഡ്സ്, യുവർ ചോയ്സ് ഓഫ് വേർഡ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായാലും നമ്മൾ പേഷ്യൻസിനോടാണ് എപ്പോഴും സംസാരിക്കുന്നത്. അത് ഇപ്പോൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റോ ആങ്ഷ്യസ് ആയിട്ടോ വളരെ സങ്കടത്തിലിരിക്കുന്ന ഒരു പേഷ്യൻറ്റോ ആയിക്കോട്ടെ, ബേസിക്കലി പേഷ്യൻ്റാണ്. സോ അവരോട് എപ്പോഴും വളരെ മോഡറേറ്റ് ആയിട്ടുള്ള, വളരെ റിലാക്സിങ് ആയിട്ടുള്ള, സൂതിങ് ആയിട്ടുള്ള ഒരു ടോണിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ആൻഡ് അവരോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ പലപ്പോഴും ടെക്നിക്കലായിട്ടുള്ള ടേംസ് യൂസ് ചെയ്യും. എന്നാൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞതിന് ശേഷം വളരെ സിമ്പിളായിട്ട് ആ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, റിസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻസ്. ഇതിൽ നമ്മൾ അസസ് ചെയ്യുന്ന കാര്യങ്ങളാണ് യുവർ റേഞ്ച് ഓഫ് വൊക്കാബുലറി, how good you are at constructing a sentence, then your clarity and preciseness while giving an information, and your usage of idioms and phrases. സോ ഈ idioms and phrases യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ സ്കോർ കൂട്ടാൻ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ഈ ഒരു ഇഡിയം അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ പെർട്ടിക്കുലർ പേഷ്യൻറ്റിനോട് പറയാൻ പറ്റുന്നതാണ് എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതൊരു വളരെ ഓക്വേർഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആവും, നിങ്ങളുടെ മാർക്കിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. സോ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതിലെ മാക്സിമം മാർക്കായിട്ടുള്ള 24, അതായത് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് 24 ആണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ നെക്സ്റ്റ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയൻ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതുപോലെയുള്ള OIT റിലേറ്റഡ് ഗൈഡൻസ് ആൻഡ് ടിപ്സിന് വേണ്ടിയിട്ട് ഫോളോ ടിജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.